പണ്ടൊരു കാലത്ത് ദക്ഷൻ എന്ന പ്രജാപതിക്ക് ഒരു അത്ഭുതകരമായ പെൺകുഞ്ഞും പിറന്നു. അവളാണ് സതി. സാക്ഷാൽ ശക്തിയുടെ അംശമായി ഈ ഭൂമിയിൽ അവതരിച്ചവൾ. സതി വളർന്നു വലുതായപ്പോൾ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രം: കൈലാസത്തിന്റെ നാഥൻ ഭഗവാൻ ശിവനെ തന്റെ പതിയാക്കണം. അതിനായി അവൾ കഠിനമായ തപസ് ചെയ്തു. ശിവനെ മാത്രം ഓർത്തുകൊണ്ട്, ഭക്ഷണമില്ലാതെ, ഉറക്കമില്ലാതെ. ശിവന്റെ മനസ്സ് ഇളകി. സതിയുടെ ഭക്തി കണ്ട് പ്രസന്നനായി. കൈലാസത്തിൽ വിവാഹം നടന്നു. ദേവലോകം മുഴുവൻ ആഘോഷിച്ചു. എന്നാൽ സതിയുടെ പിതാവ് ദക്ഷൻ ശിവനോട് വെറുപ്പുണ്ടായിരുന്നു. ഒരു ദിവസം ദക്ഷൻ മഹായജ്ഞം നടത്തി. 3 ലോകത്തിലെയും എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു. എന്നാൽ ശിവനെ മാത്രം ക്ഷണിച്ചില്ല. സതി വേദനിച്ചു. തന്റെ ഭർത്താവ് അപമാനിക്കപ്പെടുന്നത് അവൾക്ക് സഹിക്കാനായില്ല. ശിവൻ തടഞ്ഞു. പോകരുതു സതി എന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ സതി കേട്ടില്ല. യജ്ഞമണ്ഡപത്തിൽ ചെന്ന് പിതാവിനോട് ചോദിച്ചു, എന്റെ ഭർത്താവിനെ എന്തിന് അപമാനിച്ചു എന്ന്. ദക്ഷൻ തിരിഞ്ഞു നോക്കിയില്ല. സതി തീരുമാനിച്ചു, ശിവന്റെ മാനം കാക്കാൻ സ്വന്തം ജീവൻ സമർപ്പിച്ചു. യജ്ഞകുണ്ഡത്തിൽ ലയിച്ചു. ശക്തി മറഞ്ഞു. ഈ വാർത്ത ശിവനിലെത്തി. ശിവൻ തളർന്നു. കോപവും വേദനയും ഒരേ സമയം പൊട്ടിപ്പുറപ്പെട്ടു. ജടകൾ വിരിഞ്ഞു. പ്രപഞ്ചം മുഴുവൻ കിടിലം കൊണ്ടു. സതിയെ ഉയർത്തിയെടുത്ത് ലോകം മുഴുവൻ ചുറ്റി നടന്നു. ആരാലും തടയാനായില്ല. കോപം കെട്ടടങ്ങിയില്ല. ദക്ഷന്റെ യജ്ഞം തകർക്കാൻ വന്നു. രുദ്രതാണ്ഡവമാടി. 30 കോടി ദേവന്മാരും വിറച്ചു. ദക്ഷന്റെ അഹങ്കാരം തകർന്നടിഞ്ഞു. അഹന്ത നശിച്ചു. ശിവൻ കൈലാസത്തിലേക്ക് മടങ്ങി തപസ്സിലിരുന്നു. സതി തിരിച്ചുവരും എന്ന് വിശ്വസിച്ച് യുഗങ്ങൾ കാത്തിരുന്നു. കാലം കടന്നുപോയി. ഹിമവാൻ എന്ന പർവ്വതരാജന്റെ ഭവനത്തിൽ ഒരു കന്യക ജനിച്ചു. അവളാണ് പാർവതി, സതിയുടെ പുനർജന്മം. ശിവനും പാർവതിയും വീണ്ടും ഒന്നിച്ചു. പ്രണയം എല്ലാത്തിനെയും ജയിച്ചു. ശക്തി ഒരിക്കലും ശിവനിൽ നിന്ന് വേർപെട്ടിട്ടേയില്ല. ഇതാണ് ശിവസതി പ്രണയകഥ. ഇന്നും നമ്മുടെ ഹൃദയത്തിൽ അനശ്വരമായി ജീവിക്കുന്ന ദിവ്യ പ്രണയം.